കാര്യമായ പ്ലാനിങ്ങുകളൊന്നുമില്ലാതെ നമ്മളൊരു 2-3 ദിവസത്തേക്ക് മൂന്നാറിലേക്കൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ കുഞ്ഞ് ഹണിമൂൺ എന്നൊക്കെ പറയാം. അപ്പം പോകുന്ന വഴിക്ക് ഈ ചിയാപ്പള വാട്ടർഫോൾസിൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര വണ്ടറടിച്ച് വന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു വാട്ടർഫോൾ ഇങ്ങനെ നേരിട്ട് കാണുന്നത്. ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അവിടെ അങ്ങനെ കുറേ നേരം നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഒരു 6-6:30 കൂടിയിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷനായിട്ടുള്ള പറക്കത്ത് റിസോർട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഈ വെൽക്കമിങ് എന്ന് നോക്കി ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ആൻഡ് വെൽക്കമിങ്ങിനൊക്കെ ശേഷം നമ്മുടെ റൂം തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു. മൊത്തം ബീച്ച് കേട്ടോ. ഇപ്പോൾ ഈ റൂമാണെങ്കിലും ഒക്കെ എൻട്രൻസിലും തന്നെ അങ്ങനെ വലിയ സ്റ്റെപ്പൊന്നുമില്ല, ജസ്റ്റ് ഒരു കട്ടയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പം ഉള്ളിലോട്ട് കയറാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. ആൻഡ് ഈ ഒരു ഡെക്കറേഷൻ പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര സൂപ്പറായിരുന്നു ഒരു ഹണിമൂൺ ടൈമിൽ. റൂമിൻ്റെ മൊത്തമായിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ആഡ് ചെയ്യാം കേട്ടോ. ഡിന്നറിൽ സ്റ്റാർട്ടറായിട്ട് ഞങ്ങൾ ചൂസ് ചെയ്തത് സൂപ്പായിരുന്നു. എനിക്ക് ആദ്യമൊന്നും സൂപ്പ് അങ്ങനെ വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ വാങ്ങി. ഈ ഒരു ചിക്കൻ സൂപ്പ് വാങ്ങിയില്ലായിരുന്നെങ്കിൽ അയ്യോ നഷ്ടമായി പോയേനെ. അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല സൂപ്പായിരുന്നു. അപ്പോൾ അതാ ഒരു എന്താ പറയുക, ആ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു വ്യൂ അല്ലെങ്കിൽ ആ ഒരു അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തേക്കാണ് മൊത്തം നമ്മുടെ വ്യൂ ഉണ്ടാവുക. അപ്പം നല്ല രസമാണ് ഇരുന്നിട്ട് ഡിന്നറായാലും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും കഴിക്കാൻ. അപ്പം അങ്ങനെ മൊത്തം ഫുഡ് നല്ല അടിപൊളിയായിരുന്നു, സൂപ്പർ ഫുഡായിരുന്നു. നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പിറ്റേ ദിവസം ഞാൻ എണീക്കുന്നത് ഈ ഒരു കാഴ്ചയിലോട്ട്. അയ്യോ, നമ്മുടെ മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആവുന്നൊരു അങ്ങനത്തെ ഒരു ഫീലായിരുന്നു എനിക്ക്. എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പ്, ഹരിതാഭ, ഊഷ്മത, അതാണല്ലോ ഇവിടുത്തെ രീതി. അപ്പോൾ അത് കുറേ നേരം ഞാൻ അങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബഫറ്റായിരുന്നു. അപ്പം നമ്മൾ എന്തൊക്കെ കുറേ ഐറ്റംസ് ട്രൈ ഔട്ട് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒന്ന് ഫുഡ് കഴിക്കാൻ നല്ല രസമാണെന്ന്. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഒരു മോർണിംഗിലത്തെ വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് കണ്ടത് നൈറ്റ് വ്യൂ. ഇങ്ങനെയാണ് ഇവിടെ മൊത്തമായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് ഒരേ സമയം ഇരിക്കാം. അതേപോലെ ഏതൊരു കോർണറിൽ നമ്മൾ ഇരുന്നാലും നമുക്ക് പുറത്തേക്കുള്ള വ്യൂ നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ റൂം റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കങ്ങനെ എന്താ പറയുക, അധികം വീൽചെയർ കൊടുക്കേണ്ട വന്നില്ല റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അർജു ഈ വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് ഞാൻ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് പോവുകയാണ്. കാരണം നമുക്ക് പുറത്ത് പോകാൻ വേണ്ടി റെഡിയാവും. അത് ഞങ്ങൾ റെഡിയായി. ഇതിൻ്റെ ഗെറ്റ് റെഡി വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ റെഡി ആയിട്ട് ഫസ്റ്റ് ഞങ്ങൾ ഇവിടുത്തെ തന്നെ വ്യൂ പോയിന്റിലേക്ക് കയറി. പാലക്കാട്ടിൻ്റെ വ്യൂ പോയിന്റ് ഇതായിരിക്കും നമുക്ക് പാലക്കാട് റിസോർട്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മൈൻഡിലേക്ക് വരുന്ന ഒരു ഭാഗം. കാരണം ഈ ഭാഗമാണ് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ആയാലും കൂടുതൽ എന്താ ഹിറ്റായൊരു പോർഷൻ എന്ന് വേണം പറയാൻ. ആണ് പിന്നെ ഞങ്ങളങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. നമുക്കങ്ങനെ ഇന്ന സ്ഥലം എന്ന് ഞങ്ങൾ നോട്ട് ചെയ്തത് ഗ്യാപ്പ് റോഡായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിലും അതിന് ശേഷമുള്ള കുറേ സ്ഥലങ്ങൾ, ദേവികുളം, പിന്നെന്താ ആനയിറങ്ങൽ ഡാം, അങ്ങനെ കുറേ സ്ഥലങ്ങൾ, പൂപ്പാറ, ആ ഒരു റേഞ്ച് വരെ നമ്മളിങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞിട്ട് പോയോന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. അതിനിടയിൽ നമ്മളൊരു നല്ലൊരു മഴ കിട്ടി. അതിനിടയിലൊരു മാഗിയൊക്കെ പാസ്സാക്കി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആനയിറങ്ങൽ ഡാം. ഇതിൽ അക്കരെ നിന്നിട്ട് ആന വെള്ളം കുടിക്കുന്നത് ഇക്കരെ നിന്ന് കാണാൻ പറ്റുന്നതാണ് അടുത്ത ആൾക്കാർ പറഞ്ഞാൽ. ഞങ്ങൾ കണ്ടില്ല, ഞങ്ങൾക്ക് ആന കാണാൻ പറ്റിയില്ല. പോയിക്കൊണ്ടിരിക്കെ കാണുന്ന ഓരോ വ്യൂ പോയിൻറ്റ്സിലും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൊള്ളാലോ എന്ന് തോന്നുന്ന വീൽചെയർ ഇറക്കാൻ പറ്റുന്ന ഓരോ സ്ഥലങ്ങളിലും ഇറങ്ങുക, അവിടെ ഇരിക്കുക, സംസാരിക്കുക, ഫോട്ടോസ് എടുക്കുക, വീൽചെയറായിട്ട് നടക്കുക. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിനോദങ്ങൾ. ചിലയിടത്ത് ഇങ്ങനെ വണ്ടിയിലിരുന്നു. രാത്രി നമ്മൾ വീണ്ടും പാലക്കാട് തന്നെ എത്തി. രാത്രി ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു അടിപൊളി എക്സ്പീരിയൻസ്. ഞാൻ ആദ്യമായിട്ടാണ് ക്യാമ്പ് ഫയർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പത്തെ ഒരു 99% കാര്യങ്ങളും ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പം അതിൻ്റെ ഒരു ഒരു സ്പെഷ്യൽ ഫീലിങ്ങും എക്സൈറ്റ്മെൻറ്റും ഒക്കെ എനിക്ക് ത്രൂ ഔട്ട് ഈ ഒരു ട്രിപ്പിൽ ഉണ്ടായിരുന്നു. പിന്നെ കൂടെയുള്ള ആൾ ഒരേ വൈബായതുകൊണ്ട്
നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു മൊത്തം. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഈ ഒരു ക്യാമ്പ് ഫയർ അതിലത്തെ ഒരു മെയിൻ ഫാക്ടറായിരുന്നു കേട്ടോ. ഇതിൽ തുള്ളി കളിക്കുന്നുണ്ട് അർജു. ഇത് അടുത്തതിൽ ഞാനും തുള്ളി കളിക്കുന്നുണ്ട്. അത് വീൽ ചെയറിൽ നിന്നിട്ട് ഡാൻസ് കളിച്ചാൽ പറ്റും. അത് ഞങ്ങൾ രണ്ടുപേരും കുറേ ഡാൻസൊക്കെ ചെയ്ത് അവിടെയുള്ള ആൾക്കാരൊക്കെ കൂടെ കൂടി നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ ക്യാമ്പ് ഫയർ 9:30 വരെയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോയി. ആ ഡിന്നർ കഴിക്കാൻ പോയ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു എന്താ പറയുക, ടോക്കൺ ഓഫ് ലവ് എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു ഇത്. അർജുൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, പ്രേംജിത്തായിരുന്നു, മഞ്ജു ചേച്ചി, അവരും ടീം പൽക്കട്ടും കൂടി ഞങ്ങൾക്ക് തന്ന ഒരു വിവാഹ സമ്മാനം എന്നൊക്കെ പറയും. അതായിരുന്നു ആ ഒരു കേക്ക്. സർപ്രൈസ് ആയിട്ടുള്ളതായിരുന്നു. ഇതാണ് ഞങ്ങൾ കഴിച്ച ഡിന്നർ. കാലത്തെ പോലെ തന്നെ ബഫറ്റ് സെറ്റപ്പായിരുന്നു. ഇത് സ്വീറ്റ്സ് കിട്ടും, ഗുലാബ് ജാമുൻ, പുഡിങ്, വീണ്ടും നമ്മൾ നൂഡിൽസ് എടുത്ത്. ഇങ്ങനെയാണ് ഞങ്ങളുടെ റൂമിൻ്റെ ഒരു സെറ്റപ്പ്. ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുക ഈ ഒരു ഹാളിലോട്ടാണ്. ഇവിടെയാണ് TV, സോഫ, കാര്യങ്ങളൊക്കെ നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. ദെൻ നമ്മൾ റൂമും നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ നമുക്ക് വീൽസൊക്കെ യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഇരിക്കുന്ന പില്ലോ ഉണ്ടോ കുടുബുബു, ഞങ്ങളുടെ പില്ലോ ആണ് കേട്ടോ. ഞങ്ങൾക്ക് പേഴ്സണലി നല്ല കണക്റ്റ് ആവുന്ന ഒരു കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ് ടുടുബുബു. പിന്നെ ഇങ്ങനെയാണ് ബാത്റൂം വന്നിട്ട്. ഇവിടെയും നല്ല രീതിക്ക് സ്പേഷ്യസ് ആണ്, വീൽചെയർ ആക്സസിബിൾ ആണ്. അപ്പോൾ ടോട്ടലി നമ്മുടെ റൂം നല്ല അടിപൊളിയായിരുന്നു, നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഇത് 3-ാമത്തെ ദിവസം, അതായത് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യുന്ന ദിവസം കാലത്തെടുത്ത വീഡിയോ ആണ്. നിങ്ങൾ വീണ്ടും ആ വ്യൂ പോയിൻ്റിൽ തന്നെ എത്തിയിട്ടുണ്ട്. നല്ല രസമാണ് അവിടെ ഇരിക്കാൻ. അവിടുന്ന് കുറച്ച് പിക്സൊക്കെ എടുത്തു. ഇതാണ് പൊറക്കാട്ടൻ്റെ എൻട്രൻസ്. ഇവിടെ സ്റ്റേ ചെയ്യുക എന്നുള്ള ഡിസിഷനാണ് ഞങ്ങളുടെ ഈ ട്രിപ്പിൽ ഞങ്ങളെടുത്തതിൽ ദ ബെസ്റ്റ് എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. സ്റ്റേ ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, ആക്സസിബിലിറ്റി ആയിക്കോട്ടെ, അവിടുത്തെ ആൾക്കാരായിക്കോട്ടെ, ഒക്കെ അത്രയും അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. ആൻഡ് തിരിച്ചു വരുമ്പോഴാണ് ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാം, അതുപോലെ ഇരവിക്കുളം നാഷണൽ പാർക്ക്, എലിഫൻറ്റ് പാർക്ക്, അതൊക്കെ ഞങ്ങൾ കവർ ചെയ്തത്. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ റൂട്ടും മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉദുമൽപേട്ട് ആ വഴിയാണ് ഞങ്ങൾ തിരിച്ചു വന്നേ. സംഭവം വളഞ്ഞ റൂട്ടാണ്, പക്ഷെ അതും കൂടെ മീൻസ് ആ ഒരു വഴിയും കൂടെ കാണാമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെയാണ് തിരിച്ചു വന്നത്. 3 ദിവസത്തെ വിശേഷങ്ങൾ ഒരു വീഡിയോ ഒക്കെ ചുരുക്കി പറയുമ്പോൾ ഇത്രയൊക്കെ പറയാൻ പറ്റും. പക്ഷേ ഇത് എൻ്റെ ഉള്ളിൽ എത്രത്തോളം സന്തോഷം നിറച്ചിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെ പറയാം എന്ന് എനിക്കറിയില്ല. ഈ ഒരു യാത്ര എനിക്ക് എപ്പോഴും ഭയങ്കര സ്പെഷ്യലായിരിക്കും. ഇനി അങ്ങോട്ടേക്ക് എത്ര യാത്രകൾ ഞങ്ങൾ പോയാലും ഇത് എപ്പോഴും സ്പെഷ്യലായിരിക്കും. കാരണം ഞങ്ങൾ പോയ സ്ഥലം, സ്റ്റേ ചെയ്ത സ്ഥലം, അതിൻ്റെ ഞങ്ങളെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന മനുഷ്യർ, അതൊക്കെ അതിനൊരു ഫാക്ടറാണ്.